ലവുദിക്കയിലെ സഭയുടെ ദൂതന് കർത്താവ് കൊടുക്കുന്ന ആജ്ഞകൾ എന്താണെന്ന് പരിശോധിക്കാം. ലവുദിക്കയിലെ സഭയുടെ ദൂതന് എഴുതുക. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളിച്ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിഴ്ന്നുകളയും. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്ന് അറിയാതിരിക്കിയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകത്തക്കവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപനവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്ക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത്രയാണിതിൻ്റെ വിവരണം. ഇവിടെ 14-ാമത്തെ വാക്യത്തിൽ കർത്താവിനെ വിശേഷിപ്പിക്കുന്നത് വിശ്വസ്തനും സത്യവാനുമായ സാക്ഷി എന്നാണ്. രണ്ടാമത് ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ. രണ്ട് കാര്യമാണ്. യേശുക്രിസ്തു വിശ്വസ്തനും സത്യവാനുമായൊരു സാക്ഷി. ആരെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞത് പിതാവിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. എൻ്റെ പിതാവ് എന്നെ അയച്ചിരിക്കുന്നു. പിതാവിന് വലിയ ഒരു ഉദ്ദേശം മനുഷ്യരെക്കുറിച്ചുണ്ട്. അത് ഞാൻ മൂലം നിറവേറ്റുവാൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് പിതാവിന് പറഞ്ഞതായി സാക്ഷ്യം പറയുന്നു. രണ്ടാമത്തെ കാര്യം, ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവനെന്നാണ്. യേശുക്രിസ്തു ദൈവസൃഷ്ടിയുടെ ആരംഭം എന്ന് പറയുന്നതിനെക്കുറിച്ച് കൊലോസ്യ ലേഖനത്തിലെ ആ വാക്യം ഒന്ന് വായിക്കാം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേയുള്ളവൻ. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന് തലയുമാകുന്നു. സകലത്തിനും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യമായി എഴുന്നേറ്റവനും ആകുന്നു. ഈ വാക്യത്തെക്കുറിച്ച് ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്ന് പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും
സർവസൃഷ്ടിക്കും ആദ്യജാതൻ ആയിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ സൃഷ്ടി യേശുക്രിസ്തു ആണ് ആരംഭിച്ചത് എന്ന് പറയുന്ന ആളുകളുണ്ട്. പിന്നെ യേശുക്രിസ്തുവിനെയാണ് ദൈവം ആദ്യമായി സൃഷ്ടിച്ചതെന്നും പറയുന്നവരുണ്ട്. അപ്പം നമ്മളിവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് വിഷയം. ദൈവസൃഷ്ടിയുടെ ആരംഭമായ ദൈവത്തിൻ്റെ സൃഷ്ടിവേലകൾ യേശുക്രിസ്തു ആരംഭിച്ചു എന്ന് പറയുന്നതിൽ തെറ്റില്ല. മറ്റൊന്ന്, പിതാവിൻ്റെ ആദ്യത്തെ സൃഷ്ടിയാണ് ദൈവം എന്ന് പറയുന്നതും തെറ്റില്ല. മറ്റ് വാക്യങ്ങളിൽ പറയുന്നതനുസരിച്ച് സകലത്തിലും യേശുക്രിസ്തു മുമ്പനായിരിക്കണമെന്നാണ്. അവൻ മരിച്ചവരിൽ ആദ്യജാതൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിലും യേശു ഒന്നാമത് വരുന്നു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവൻ. അപ്പം ഇവിടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് പരിശോധിക്കുമ്പോൾ ഈ വാക്യത്തിനെ കുറിച്ച് കൂടുതൽ ഒരു അറിവ് നമുക്കുണ്ടാകും. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ഒരു ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഉണ്ടോ? ഇവിടെ സകലവും ഉളവാകുന്നതിനു മുമ്പ് ഒരാൾ ദൈവത്തിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നു എന്ന് ദൈവം പറയാം. അതാണ് യേശുക്രിസ്തു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായി. അപ്പോൾ സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ ദൃശ്യമായതോ അദൃശ്യമായതോ എല്ലാ സൃഷ്ടവസ്തുക്കളും ഉണ്ടാകുന്നതിനു മുമ്പ് പിതാവിനോടുകൂടെ ഉള്ളവനായിരുന്നു യേശുക്രിസ്തു. അന്ന് യേശുവിൻ്റെ പേര് യേശുന്ന് അല്ലായിരുന്നു, വചനമെന്നാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു എന്ന്. അപ്പോൾ യേശുക്രിസ്തു പിതാവിൽ നിന്ന് ജനനം പ്രാപിച്ചവനാ. ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നതിലും കൂടുതൽ ഉത്തമം പിതാവിൽ നിന്നു ജനനം പ്രാപിച്ചവനാണ് യേശുക്രിസ്തു എന്നാണ്. പിതാവിൽ നിന്ന് ജനിക്കുക എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടിച്ചു എന്ന് പറയുന്നതിലും ഒന്നുകൂടെ ഭംഗി ജനിച്ചു എന്ന് പറയുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ ഏകജാതൻ എന്ന് വിശേഷിപ്പിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രൻ. ഈ ഏകജാതനായ പുത്രനിൽ കൂടെയാണ് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സകലം സൃഷ്ടിക്കപ്പെടുന്നു. അതുകൊണ്ട് ദൈവസൃഷ്ടി
യുടെ ആരംഭമായവൻ, ദൈവം സൃഷ്ടിച്ചിട്ടുള്ളതിൻ്റെ എല്ലാ സൃഷ്ടവസ്തുക്കളുടെയും സൃഷ്ടാവ് യേശുക്രിസ്തു ആണെന്ന് കാണാൻ കഴിയും. അത് പിതാവിൻ്റെ ആജ്ഞപ്രകാരമാണ് ഈ സൃഷ്ടിവേലകൾ ചെയ്യുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറയുന്നു. അവിടെ ബഹുവചനത്തിലാണ് പറയുന്നത്. നാം, നമ്മുടെ എന്ന് ബഹുവചന രൂപം. അവിടെ ആരാണ് ഈ നാം എന്ന് പറയുന്നതും നമ്മളെന്ന് പറയുന്നതും? അത് പിതാവിനോടുകൂടെ യേശുക്രിസ്തു സൃഷ്ടിവേല നടത്തുന്നുണ്ടെന്നതിൻ്റെ തെളിവാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും ഒരു ഏകദേശ ഛായയിലാണ് ആദാമിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ, സർവ സൃഷ്ടികൾക്കും മുമ്പേ, ദൂതന്മാരെയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ രണ്ടുപേര് ഉള്ളതായിട്ട് വേദപുസ്തകം പറയുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായം 5-ാം വാക്യം. ഇതിനു മുമ്പ് നമ്മളൊരു സഭയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ വാക്യം ഉദ്ധരിച്ചതാണ്. സൃഷ്ടിവേലയെക്കുറിച്ച് വിശദീകരിക്കുന്ന ഭാഗമാണ്. ആ ഭൂമിയുടെ സൃഷ്ടിയെക്കുറിച്ച്, ദൂതന്മാരെക്കുറിച്ചൊക്കെ ആ ഭാഗത്ത് പറയുന്നുണ്ട്. 38-ന്റെ 5-ാം വാക്യം. നക്ഷത്രങ്ങൾ ഒന്നിച്ചു ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു. അല്ല, അതിന്റെ മൂലക്കല്ലിട്ടവൻ ആർ? ഗർഭത്തിൽ നിന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിനെ കതവുകളാൽ അടച്ചവൻ ആർ? ഇത് രണ്ട് പ്രഭാത നക്ഷത്രങ്ങളെ കുറിച്ച് പറയുന്നു. അതിനു മുമ്പ് നമ്മൾ ഈ വിഷയത്തിൽ സംസാരിച്ചാണ്. അന്ന് ഒന്ന് യേശുക്രിസ്തു, ഒന്ന് ലൂസിഫറുമാണ്. ഇത് ഭൂമിയുടെ സൃഷ്ടിയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ദൈവപുത്രന്മാരെന്ന് പറയുന്നു, ദൈവത്തിൻ്റെ ദൂതന്മാരെ കുറിച്ചാണ്. അപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ദൈവത്തിൻ്റെ ദൂതന്മാർ, ഭൂമിക്ക് അളവുനൂൽ പിടിച്ചവനാരെ എന്ന് ചോദിക്കുന്നുണ്ട്. അളവുനൂൽ പിടിച്ചവനാരെന്ന് പറഞ്ഞാൽ ഒരാളെ കൊണ്ട് മാത്രം ഒരളവുനൂല് പിടിക്കാൻ പറ്റില്ല. രണ്ടുപേരെങ്കിലും വേണം, അല്ലേ? ഒരു 100 അടിയുള്ള ഒരു ടേപ്പിന് ഒരു അളവെടുക്കണം. ഒരാളെ കൊണ്ട് പറ്റുമോ? പ്രയാസ. അപ്പോൾ അളവുനൂലിൻ്റെ ഒരറ്റം പിടിക്കാൻ ഒരാൾ വേണം. അതാരാ പിടിച്ചത്? ഭൂമിയുടെ ചുറ്റളവ് എടുക്കാനായിട്ട് തന്നെ അളവുനൂല് പിടിച്ചതാരാ? ഒന്ന് കർത്താവാ. ഒരറ്റം ആരുടെ കയ്യിലായിരിക്കണേ? ഒരറ്റം പിതാവിൻ്റെ കയ്യിലായിരിക്കണേ, ഒരറ്റം കർത്താവിൻ്റെ കയ്യിലാണ്. അപ്പം അതിൻ്റെ വിസ്തീർണമോ ചുറ്റളവോ ഒക്കെ എടുക്കാം. പിന്നെ ഭൂമിയുടെ അടിസ്ഥാനം അത് ഏതിന്മേൽ ഉറപ്പിച്ചിരിക്കുന്നു നിനക്കറിയാവുന്ന യോവനോട് ചോദിക്കുക. ഭൂമിയുടെ അടിസ്ഥാനം എവിടെയാണെന്ന് ചോദിക്കും. എവിടെയാണ് ഉറപ്പിച്ചേക്കണേ? അതുവരും ശൂന്യത്തിൽ നിൽക്കുക. നമ്മൾ ചന്ദ്രനെ കാണുന്ന പോലെ തന്നെ ഭൂമിയെയും കാണാൻ പറ്റും. അപ്പോൾ സൃഷ്ടി മഹാത്മ്യത്തെക്കുറിച്ചൊക്കെ നമുക്കിപ്പോൾ വിവരിക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ എല്ലാത്തിൻ്റെയും ആരംഭം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. അങ്ങനെയുള്ളവൻ അരുളി ചെയ്യുന്നു,
ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. അപ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ലവോദിക്കയുടെ സഭയുടെ ദൂതൻ എഴുതുന്ന കാലഘട്ടത്തെക്കുറിച്ചാണ്. ആ കാലഘട്ടം അന്ത്യകാലം എന്നറിയപ്പെടുന്ന ആ കാലയളവിലാണ് ഈ സഭ വരുന്നത്. അന്ത്യകാലം. അപ്പം അന്ത്യകാലം എന്നാ ആരംഭിച്ചതെന്നും പറയണ്ടേ? അന്ത്യകാലം ആരംഭിച്ചത് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അന്ത്യകാലത്തിൻ്റെ ആദ്യത്തെ ദിവസം ആരംഭിച്ചു കഴിഞ്ഞു. അതിനെന്താ തെളിവ്? എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. വായിച്ചേ, കിട്ടിയോ? ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോ പ്രവാചകന്മാരുടെ കാലശേഷം പിന്നെ നമ്മളോട് സംസാരിച്ചത് കർത്താവാണ്. കർത്താവ് പ്രത്യക്ഷനായത് അന്ത്യകാലത്താണ്. ആ അന്ത്യകാലം ആരംഭിച്ചിട്ട് ഇന്ന് 2000 ചില്ലുവാനും വർഷമായി. അന്ത്യകാലത്തിന് ഒരവസാനമില്ലേ? അപ്പോ അന്ത്യകാലം എന്നാണ് അവസാനിക്കുന്നത്? തിമോത്തിയോസിന്റെ ലേഖനത്തിൽ അന്ത്യകാലത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ള രീതികളെ കുറിച്ച് അവിടെ വിശദീകരിക്കുന്നുണ്ട്. 2 തിമോത്തിയോസ് 3-ാം അധ്യായം മുഴുവൻ അന്ത്യകാലത്തിൻ്റെ സ്വഭാവത്തെ വിശദീകരിക്കുന്ന. അപ്പം അതിൽ 2-3 വാക്യം നമുക്ക് വായിക്കാം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം. മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സദ്ഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളുകളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. മതി. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികള്, വമ്പു പറയുന്നു, ദൂഷകന്മാര്, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവര്, ഭക്തിയുടെ വേഷം പൂണ്ട് നടക്കുന്ന ആളുകൾ. അപ്പോൾ ഇത് കൂടുതൽ വിശദീകരിക്കാതെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും അന്ത്യകാലഘട്ടത്തിൻ്റെ ലക്ഷണങ്ങൾ വിശേഷിച്ചറിയാവുന്നതാണ്. എത്രയോ വഷളായ ഒരു തലമുറയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുതന്നെ ഇതിൻ്റെ എല്ലാം തെളിവാണ്. ഏത് അനീതിയും അക്രമവും ചെയ്യുവാൻ മടിക്കാത്ത ഒരു തലമുറ ഇന്ന് വളരെ വിളവോടുകൂടി നിൽക്കുകയാണ്. ഈ വിളവെല്ലാം കൊയ്ത് തീയിട്ട് നശിപ്പിക്കാനുള്ള സമയത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ സഭ ഇവിടെ നിലകൊള്ളുന്നുണ്ട്. അവരും ഈ ലോകത്തിൻ്റെ ഒഴുക്കിലേക്ക് ചിലപ്പോൾ പെട്ടുപോകാനുള്ള സാധ്യതയും ഉണ്ട്. അത് കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഭക്തിയുടെ വേഷം മാത്രം ഉണ്ടാവും. ഭക്തിയുടെ സത്യത്തിൻ്റെ ആ മഹാത്മ്യം മനസ്സിലാക്കാതെ ഒരു വ്യാജത്തിലേക്ക് തിരിയുന്ന കാലം ആകുമെന്നാണ്. അതിനെക്കുറിച്ച് ഒരു വാക്യം പറയുന്നുണ്ട്. തിമോത്തിയോസ് 4-ാം അധ്യായം 1-ാം വാക്യം. എന്നാൽ ഭാവി കാലത്തു ചില വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ചു ഭോഷ്ക്
പറയുന്നവന്റെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. പണ്ട് 1-ാം നൂറ്റാണ്ടിൽ തന്നെ അപ്പോസ്തലന്മാർക്ക് ഈ രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തു. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശത്തെയും ആശ്രയിച്ച് വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. 2000 വർഷം മുമ്പേ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വിശ്വാസം ത്യജിച്ചിട്ട് അസത്യങ്ങളുടെ പുറകെ പോകുന്ന ഒരു കാലഘട്ടമായി. യേശുക്രിസ്തുവിൻ്റെ ബലിയിലുള്ള വിശ്വാസം വഴി മനുഷ്യന് നിത്യജീവൻ പ്രാപിക്കുവാനുള്ള അവസരമുണ്ടെന്നാണ് വേദപുസ്തകം പറയുന്നത്. മറ്റേ അതിലുപരിയായിട്ട് കർമ്മങ്ങളിൽ കൂടിയും ആചാരാനുഷ്ഠാനങ്ങളിൽ കൂടിയുമാണ് രക്ഷ പ്രാപിക്കേണ്ടത്, വിശ്വാസം കൊണ്ട് കാര്യമില്ല എന്ന് മനുഷ്യനെ പറഞ്ഞ് പറ്റിപ്പിക്കുന്ന വ്യാജമതങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കാലഘട്ടം കൂടിയാണ് ഈ അന്ത്യകാലഘട്ടം. അപ്പം അതുകൊണ്ട് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. വിശ്വാസത്തിനനുസരണമുള്ള പ്രവൃത്തിയല്ലായിരുന്നു നിൻ്റെത്. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതോഷ്ണവാനാണ്. ഇത് ദൈവത്തിന് അംഗീകാരയോഗ്യമായ ഒരു സ്വഭാവമല്ല. ഉഷ്ണവാനായിരിക്കണം, അല്ലെങ്കിൽ ശീതവാനായിരിക്കണം. ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലുള്ള വിശ്വാസവും നിലനിൽപ്പും ദൈവം അംഗീകരിക്കുന്നില്ല. അവസരം കിട്ടുമ്പോൾ പള്ളിയിൽ പോകും, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് പോകും. ബാഹ്യമായ കാര്യങ്ങൾക്കാണ് മുൻതൂക്കം. ആത്മീയ കാര്യങ്ങൾക്ക് അവസരമുണ്ടെങ്കിൽ മാത്രം. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇന്ന്. അതുകൊണ്ട് നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിന്നുകളയും. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഭയുടെ മനസ്സിലിരിപ്പ് എന്താണെന്നറിയോ? ഞാൻ ദൈവിക വിഷയങ്ങളിലും വിശ്വാസത്തിലും പ്രവൃത്തിയിലും ഞാൻ വളരെ സമ്പന്നനാണ് എന്നാണ്. എന്നാൽ കർത്താവ് പറയുന്നത്, നീ ദരിദ്രനാണ്. വിശ്വാസ ജീവിതം സംബന്ധിച്ച് നീ ദരിദ്രനാണ്, നീ കുരുടനാണ്. അതുകൊണ്ട് നീ അത് മനസ്സിലാക്കണം, നീ അത് തിരിച്ചറിയണം. അതിനുവേണ്ടി നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ ഒളിവാകത്തക്കവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപനവും എന്നോട് ചോദിച്ചു കൊള്ളുക. 2-3 കാര്യം പറയും. തീയിൽ ഊതിക്കഴിച്ച പൊന്ന്, ഇത് വേദപുസ്തകത്തിൻ്റെ തെളിവാർന്ന സത്യങ്ങളെയാണ് തീയിൽ ഊതിക്കഴിച്ച പൊന്ന് എന്ന് പറഞ്ഞു. പിന്നെ നിനക്ക് ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ്, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ഈ സഭ ആദ്യം ഈ അടിസ്ഥാന സത്യങ്ങളിൽ നിലനിൽക്കുകയും പിന്നെ പല ലോക സാഹചര്യങ്ങളുടെ
കാറ്റിനാൽ അവർ അല്പമല്പം സത്യത്തിലും വിശുദ്ധിയിലും പ്രവൃത്തിയിലുമെല്ലാം പുറകോട്ട് പോയി. അതുകൊണ്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ ആ തീയിൽ ഊതിക്കഴിച്ച പൊന്ന് അതുതന്നെ കരസ്ഥമാക്കി മുമ്പോട്ട് പോകാൻ കർത്താവ് ഉപദേശിക്കുക. അത് കർത്താവിനോട് വിലയ്ക്ക് വാങ്ങണം. വിലയ്ക്ക് വാങ്ങുന്നത് എങ്ങനെയാ? നമ്മൾ കർത്താവിന് ഇഷ്ടമുള്ള സ്വഭാവത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ വില കൊടുക്കുകയാണ് ദൈവത്തിൻ്റെ വചനത്തിന്. അപ്പോൾ നമുക്ക് ലഭിക്കേണ്ട നിർമ്മലമായ വചനങ്ങൾ, അതിനുവേണ്ടിയ ആ മനസ്സ്, അതിനുവേണ്ടി ആത്മാവ് നമുക്ക് കർത്താവ് തരും. അതിന് ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. പിന്നെ കർത്താവ് പറയുന്ന മറ്റൊരു കാര്യം, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ്. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ എന്ന് ചോദിക്കുന്ന പോലെ കർത്താവിന് ഇഷ്ടമുള്ളവരെ അല്പാൽപം ശിക്ഷകൾ കൊടുത്ത് നേരെ വഴിയിലാക്കും. ഭക്തന്മാരായാലും ബലഹീനത കൊണ്ട് പല തെറ്റുകളും വന്നു പോകാം. എന്നാൽ അതിന് ചെറിയ ചെറിയ ശിക്ഷകൾ, ബാലശിക്ഷകൾ നൽകി കർത്താവ് നമ്മളെ നേർവഴിയിൽ തന്നെ നടത്തും. അത് കർത്താവിൻ്റെ സ്നേഹവും വിശ്വസ്തതയാണ്. അത് നമുക്കെന്നും സഹായമാണ്. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക. എപ്പോഴും നമ്മൾ കരുതിയിരിക്കണം. നമ്മുടെ ഗവൺമെൻറ് നമുക്ക് മുന്നറിയിപ്പ് തരുന്നത് പോലെ റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമുക്ക് ഒരു സിഗ്നൽ തരും. അപ്പോൾ ഏത് കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് അറിഞ്ഞ് നമ്മൾ ജാഗ്രതയുള്ളവനായിരിക്കണം. അങ്ങനെ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഇപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ച് എപ്പോഴും ഒരു പ്രതിയോഗി അവരുടെ കൂടെ ഉണ്ടാവും. പിശാചിനെ കുറിച്ച് നമ്മൾ മുമ്പ് ഇതിൽ സംസാരിച്ചിട്ടുള്ള സാത്താൻ തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞുകൊണ്ട് ആരെ വീഴിക്കണമെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ദൈവത്തെങ്കിലേക്കും യേശുക്രിസ്തുവിലേക്കും ദൈവത്തിൻ്റെ വചനങ്ങളിലേക്കും മനുഷ്യൻ തിരിയാതെ മനുഷ്യരുടെ മനസ്സുകളിൽ വ്യാജത്തിൻ്റെയും സ്നേഹമില്ലായ്മയുടെയും ആത്മാവിനെ പകർന്നുകൊണ്ട് ഈ സത്യത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും മനുഷ്യനെ പിന്തിരിപ്പിക്കുവാൻ പിശാചെപ്പോഴും പ്രതിജ്ഞാബദ്ധമാണ്. അദ്ദേഹം ആദ്യം മുതൽ കൊലപാതകനും പോഷ്ക് പറയുന്നവനുമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ജാഗ്രതയുള്ളവനായിരിക്കണം. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇവിടെ അത്താഴമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താ? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ പുനരുത്ഥാനമെന്ന ആ വലിയ അനുഗ്രഹം നൽകപ്പെടുകയും സഭയെ സംബന്ധിച്ചവർ സ്വർഗീയന്മാരായി തീർന്ന് കർത്താവിനോടുകൂടെ എന്നേക്കും സ്വർഗത്തിൽ വസിക്കും എന്നുള്ളതാണ്. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും.
കർത്താവിനോടുകൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം ലഭിക്കുക എന്നുള്ളത് വലിയ ശ്രമകരമായ ഒരു വേലയാണ്. അത് മരണപര്യന്തം വിശ്വസ്തനായിരിക്കണം എന്നുള്ളതാണ്. ഈ പറയുന്ന ഈ പ്രത്യേക അനുഗ്രഹങ്ങൾ അത് മുഴുവൻ ലോകത്തിനും വേണ്ടിയിട്ടുള്ളതല്ല. ഇത് സഭ എന്ന് പറയുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന 144,000 പേർക്ക് മാത്രമുള്ളതാണ് ഈ സിംഹാസനം. അവർ ആത്മീയന്മാരായിത്തീരും, അവർ സ്വർഗീയന്മാരായിത്തീരും പുനരുത്ഥാനത്തിൽ. ബാക്കിയുള്ള ജനകോടികൾക്ക് ഈ ഭൂമിയിൽ എന്നേക്കും വസിക്കുവാനുള്ള അവസരങ്ങൾ ക്രിസ്തുവും സഭയും ഒരുക്കും. അതിനാണ് ദൈവത്തിൻ്റെ പറുദീസ എന്ന് പറഞ്ഞിരിക്കുന്നത്. നഷ്ടപ്പെട്ടിരിക്കുന്ന ഏദൻ പറുദീസ പുനഃസ്ഥാപിക്കും. എല്ലാവർക്കും മരണത്തിൽ നിന്നുള്ള മോചനത്തിനുള്ള അവസരമുണ്ടാകും. അതിനു വേണ്ടിയിട്ട് അവരെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി മുന്നമേ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ സഭയ്ക്കും ഈ മുഴുവൻ ലോകത്തിൻ്റെയും ഭരണഭാരം അതിൽ ആകാനുള്ള അവസരം നൽകപ്പെടും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് കേൾക്കാൻ സന്മനസ്സുള്ളവൻ കേൾക്കട്ടെ എന്നാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ സഭയുടെ 7 സഭകളെക്കുറിച്ച് ഒരു സംക്ഷിപ്തമായ ഒരു രൂപം നമുക്കുണ്ടായി എന്ന് വിചാരിക്കാം. 7 സഭകൾ 7 കാലഘട്ടങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാലഘട്ടം എഫെസോസ്, അടുത്ത കാലഘട്ടം സ്മിർന, അടുത്തത് പെർഗമോസ്, അടുത്തത് തുയഥൈര, പിന്നെ സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക അവസാന കാലഘട്ടം. അപ്പോൾ ലവോദിക്ക കാലഘട്ടം അവസാനിക്കുന്നത് കർത്താവിൻ്റെ സഹസ്രാബ്ദ വാഴ്ച ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് വരെയുള്ളതാണ് ലവോദിക്ക കാലഘട്ടം. ഈ കാലഘട്ടം അവസാനിച്ചാൽ കർത്താവിൻ്റെ ന്യായവിധി ഭൂമിയിൽ നടത്തുവാനുള്ള ക്രമീകരണങ്ങൾ തുടങ്ങും. അതിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് ആലോചിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കുക.